നമസ്കാരം. ഞാൻ ലത്തീഫ്. സോഷ്യൽ ഗൈഡ് മലയാളത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഫൈലും പേജും ഗ്രൂപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് എങ്ങനെ വരുമാനം കിട്ടുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ പേജ്, ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒരു പ്രൊഫഷണൽ പേജ് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പേരാണ്. നല്ലൊരു പേരായിരിക്കണം. നമ്മളെ വീഡിയോ കണ്ടൻറ്റ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ഉദ്ദേശം എന്താണോ, അതായിരിക്കണം നമ്മുടെ പേജിൻ്റെ പേര്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഷോപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഷോപ്പിൻ്റെ പേരായിരിക്കണം. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരായിരിക്കണം. അങ്ങനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധമുള്ള ഒരു പേരായിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ ആ പേജ് ക്രിയേറ്റ് ചെയ്ത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാറ്റഗറി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ വീഡിയോസ് സ്ഥിരം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ വീഡിയോ ക്രിയേറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർ അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഫേസ്ബുക്കിന് നമ്മളെ വീഡിയോസ് ആരിലൊക്കെ എത്തിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ ക്രിയേറ്റർ എന്ന് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്ത് അവിടെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ പേജ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. അത് നമ്മളുടെ എല്ലാ ഫോണിലും ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇതാണ് ആ കാണുന്നത്. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് ഫേസ്ബുക്കിനുള്ളത്. ഹോമുണ്ട്, വീഡിയോ ഉണ്ട്, മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും, അതുപോലെ നമ്മളുടെ ഡാഷ്ബോർഡ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രൊഫൈലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ആ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലൊരു ആരോ താഴേക്ക് കാണാൻ പറ്റും. ഈ ആരോ നമ്മൾ താഴേക്ക് പോകണ ആരോയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ എല്ലാ പേജും മുഴുവനും ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേജും ഇവിടെ കാണാം. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് പേജ് എന്ന് കാണാൻ പറ്റും. ഈ ക്രിയേറ്റ് പേജ് എന്ന് കാണുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും പേജിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേജിനൊരു പേര് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവണം. ആ പേര് സ്പെല്ലിങ് തെറ്റാതെ ഇവിടെ നമ്മളങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല നാടെന്നാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല നാടെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കവിടെ നമ്മളെ കാറ്റഗറി വരും. ഇവിടെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ കട നടത്തുന്ന ആളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോസറി, അങ്ങനെ ഇങ്ങനെ പലതും ഇതിൽ കാണാൻ പറ്റും, ഗാർഡൻ, അങ്ങനെ പലതും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നല്ല കൊടുക്കുന്നത്, സോഷ്യൽ വർക്ക് എന്നാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെ സോഷ്യൽ വർക്ക് ഉണ്ടാകുന്ന പോട്ടെ. അപ്പോൾ ഇല്ല, സോഷ്യൽ സർവീസാണുള്ളൂ. അപ്പോൾ സോഷ്യൽ സർവീസ് കൊടുത്ത് ഇപ്പോൾ അത് ക്രിയേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കണം ഇവിടെ. അപ്പോൾ ഇവിടെ ബയോ, നമ്മുടെ എന്താണ് നമ്മളുടെ പേജ് എന്ന് ചുരുക്കി ആളുകൾക്ക് മനസ്സിലാകണം. അതാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. സാമൂഹ്യ സേവനമാണ് ലക്ഷ്യം, എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ ബയോയിൽ എഴുതി. അടുത്തത് കോണ്ടാക്റ്റാണേ. നമുക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വെബ്സൈറ്റ്, അങ്ങനെ നമുക്ക് വെബ്സൈറ്റുകൾ എന്തുവേണമെങ്കിലും കൊടുക്കാൻ പറ്റും. മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കണം. അതൊക്കെ നമുക്ക് വേറെ കാര്യമുണ്ട്. മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞതിന് വേറെ കാര്യമുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കണം. അതുപോലെ ഫോൺ നമ്പർ കൊടുക്കണം. കാരണം ഇതൊക്കെ നമുക്ക് ആക്ഷൻ ബട്ടൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യം വരും. ആക്ഷൻ ബട്ടൺ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോൺ നമ്പർ കൊടുക്കണം. ഈ ഫോൺ നമ്പർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വാട്സപ്പായിട്ട് നമ്മളുടെ പേജ് ബന്ധിപ്പിക്കണമെങ്കിൽ ഈ ഫോൺ നമ്പർ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ലൊക്കേഷനും കൊടുക്കുക. ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്ത് സിറ്റി ഏതാണ്, ടൗൺ ഏതാണെന്ന് കൊടുക്കുക. പിന്നെ നമ്മളുടെ കോഡും കൂടി കൊടുക്കുക, സിപ്പ് കോഡും കൂടി കൊടുക്കുക, പിൻകോഡ്. അപ്പോൾ പിൻകോഡും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നമ്മുടെ പേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നല്ല നാടെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പേജ് ക്രിയേറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു നല്ലൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഒരു ബാനറും കൊടുക്കണം. ആ കവറ് നല്ലൊരു കവറായിരിക്കണം കൊടുക്കുന്നത്. ആ കവറും പ്രൊഫൈൽ പിക്ചറും കൊടുക്കാൻ മറക്കണ്ട. അത് നല്ല പ്രൊഫഷണൽ രീതി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്
നമ്മളുടെ പ്രൊഫൈലിൽ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ള ആളുകളെയൊക്കെ ഈ പേജിലേക്ക് ക്ഷണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ ഈ ആളുകളെ നമുക്ക് ക്ഷണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് 1000 ആളുകൾക്ക് ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റും. ഈ 1000 ആളുകളെ നമുക്കിതിലേക്ക് ഇൻവിറ്റേഷൻ അയച്ച് നമ്മളുടെ പുതിയ പേജിലേക്ക്, നല്ല നാടിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫൈൽ അത്യാവശ്യമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളത് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് നിർമ്മിച്ചതായതുകൊണ്ട് ഞാൻ ആരെയും ഇതിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കണില്ല. ഇനി നമ്മളത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡീസെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോവാം. നെക്സ്റ്റ് അടിച്ച് പോയിട്ട് അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ, നമുക്ക് പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ വേണമെങ്കിൽ അത് ഓക്കെ കൊടുക്കാം, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. പക്ഷേ അത് എനേബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് പോവാം. നെക്സ്റ്റ് കൊടുത്ത് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടില്ലേ നമ്മളുടെ പേജ് റെഡിയാണ്. ഇതിലേക്ക് ഇനി നമ്മളുടെ പേജിലേക്ക് നമുക്ക് വീഡിയോസ്, പോസ്റ്റുകൾ, ഫോട്ടോസ് ഒക്കെ നമുക്ക് അതിലേക്കൊക്കെ ചേർക്കാൻ പറ്റും. പോസ്റ്റ്, സ്റ്റോറി, റീല്, ലൈവ്, നോട്ട്, ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പേജിലേക്ക് ഇടാൻ പറ്റും. അതല്ലാതെ നമ്മളെ പ്രൊഫൈൽ പിക്ചർ കണ്ടില്ലേ എന്നാണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വാട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് കണ്ടില്ലേ, അതിൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഫോട്ടോയുടെ ചിഹ്നത്തിൽ നമ്മൾ തൊട്ടുകൊണ്ടും നമുക്ക് നമ്മളുടെ പേജിലേക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് ടൈറ്റിൽ വേണമെന്നുള്ളതാണ്. ടൈറ്റിൽ അഥവാ ടെക്സ്റ്റ് കൊടുത്തില്ല എങ്കിൽ ഫേസ്ബുക്ക് അത് പ്രൊമോട്ട് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്തത് ആക്ഷൻ ബട്ടൺ നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും.